അഥവാ ഇഷ്റാഖിൻ്റെ സമയം അല്ലെങ്കിൽ ഷുറൂഖിൻ്റെ സമയം ആ സന്ദർഭത്തിൽ നിർവഹിക്കുകയാണെങ്കിൽ, അത് തന്നെ ഒരു പ്രത്യേക കണ്ടീഷനോടുകൂടി നിർവഹിക്കുകയാണെങ്കിൽ പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. അതിനാണ് നാം സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയുന്നത്. ളുഹാ നമസ്കാരത്തിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് സ്വലാത്തുൽ ഇഷ്റാഖ്. രണ്ടും വേറെയല്ല. എന്നാൽ സന്ദർഭത്തിനനുസരിച്ച് അതിന് പേര് മാറ്റി നൽകപ്പെട്ടു എന്ന് മാത്രം. ഏതുപോലെ നമ്മുടെ രാത്രി നമസ്കാരത്തിന് തഹജ്ജുദ് നമസ്കാരം, വിത്ർ നമസ്കാരം, ഖിയാമുൽ ലൈൽ എന്നൊക്കെ അതിൻ്റെ സ്വഭാവം പരിഗണിച്ച് വേറെ വേറെ പേര് നൽകിയതുപോലെ സ്വലാത്തുൽ ഇഷ്റാഖ് എന്നത് സ്വലാത്തുൽ ദുഹയുടെ മറ്റൊരു പേരാണ്. അതിന് ഇഷ്റാഖിൻ്റെ നമസ്കാരം എന്ന് പേര് ലഭിക്കാൻ കാരണം സൂര്യൻ ഉദിച്ച ഉടനെ തന്നെ 10 മിനിറ്റ് കഴിയുകയും അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ അത് നിർവഹിക്കുന്നത് കൊണ്ടാണ്. മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യേകതയായി വന്നിട്ടുള്ളത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്, ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. നബി ഉമാമത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ല സ്വലാത്ത സുബ്ഹ്, ആരെങ്കിലും സുബൈ നമസ്കാരം ഫി മസ്ജിദ് ജമാഅത്തിൻ, ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ വെച്ച് ആരെങ്കിലും സുബൈ നമസ്കാരം നിർവഹിച്ചു, യസ്ബുതു ഫീഹി ഹത്താ യുസല്ലി സുബ്ഹത ദുഹ, എന്നിട്ട് അയാൾ ആ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ് ഏതുവരെ? സുബ്ഹത ദുഹ, ദുഹാ നമസ്കാരം നിർവഹിക്കുന്നതുവരെ. കാന കഅജ്രി ഹാജിൻ ഔ മുഅ്തമിരിൻ താമ്മൻ ഹജ്ജതുഹു വ ഉംറതുഹു, എങ്കിൽ ആ വ്യക്തിക്ക് പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇതേ ഗ്രന്ഥത്തിൽ തന്നെ വീണ്ടും നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സ്വല്ല സ്വലാത്തൽ ഗദാതി ഫി ജമാഅ, ആരെങ്കിലും ജമാഅത്തായി സുബൈ നമസ്കാരം നിർവഹിക്കുകയും സുമ്മ ജലസ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശ്ശംസ്, പിന്നീട് സൂര്യൻ ഉദിക്കുന്നതുവരെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പള്ളിയിൽ തന്നെ ഇരുന്നു, സുമ്മ ഖാമ ഫറക റകഅത്തൈൻ, അങ്ങനെ സൂര്യൻ ഉദിച്ചതിന് ശേഷം എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഇൻഖലബ ബി അജ്രി ഹജ്ജത്തിൻ വ ഉംറ, ഒരു ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലവും കൊണ്ടാണ് ആ വ്യക്തി വീട്ടിലേക്ക് തിരിച്ചു പോകും.